പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുക. അതായത് നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ ആത്മീയമായിട്ട് ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പുറമേ ഉള്ള ആ കണ്ണിന്റെ കാഴ്ച മങ്ങിയാൽ ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല. പക്ഷേ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ അകമയുള്ള കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ കാര്യങ്ങൾ ഹല്ലേലൂയ കാണുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, അകമയുള്ള കണ്ണുകൾ തുറക്കണം. ഹല്ലേലൂയ. ആത്മീയ കാഴ്ചപ്പാട് മങ്ങുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. നോക്കൂ, വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം കാണുവാൻ കഴിയണമെങ്കിൽ അകമയുള്ള കണ്ണ് തുറക്കണം. ഹല്ലേലൂയ. ഹൃദയ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ വിശ്വാസത്താൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതായത് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച ഒരു വ്യക്തിക്ക് അത് വലുതായി കാണുവാൻ കഴിയുകയില്ല. കാരണമുണ്ട്. ഹല്ലേലൂയ. നാം നമ്മുടെ ദൈവത്തില സകലത്തിന്റെ ഉടയവനായ ക്രിസ്തുവിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നം അവന് വലിയതായി കാണുവാൻ കഴിയുകയില്ല. എൻ്റെ ദൈവം എനിക്ക് ഈ പ്രശ്നത്തിന്മേൽ പരിഹാരം നൽകി തരുമെന്ന് അവന് ഉത്തമ വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, യോസഫിനെ നോക്കൂ. സഹോദരന്മാർ പലതും ചെയ്തുവെങ്കിലും അവന്റെ സ്വപ്നത്തിൽ അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും പ്രിയ ദൈവമക്കളെ, നമ്മൾ തകർന്നു പോകേണ്ട അവസ്ഥകൾ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മെ ഉറപ്പിക്കും. അതായത് നമുക്ക് തന്നെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ യേശുവിൽ ഹല്ലേലൂയ ജയം കണ്ടെത്തുവാൻ സാധിക്കും. ഹല്ലേലൂയ. നോക്കൂ, ദാവീദിനെ നോക്കിയാൽ ഹല്ലേലൂയ എന്നും കാട്ടിൽ ആടിനെ മേയിച്ച് നടക്കുവാൻ മാത്രമല്ല, ഒരു നാളിൽ എൻ്റെ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കും, എന്നെ എഴുന്നേൽപ്പിക്കും. ഈ കാട്ടിൽ മാത്രമല്ല, എന്നെ രാജാവായി വാഴിക്കുവാനും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തുവാനും എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ദാവീദ് ഹല്ലേലൂയ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചു. അതുപോലെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്കും ഉറയ്ക്കാം. നമ്മളുടെ ദൈവം നമ്മെ ഹല്ലേലൂയ ഉന്നത സ്ഥാനങ്ങളിൽ കർത്താപ്പച്ചൻ ഹല്ലേലൂയ ഇരുത്തും. ഹല്ലേലൂയ. എന്നും ഒരേപോലെ ആയിരിക്കില്ല ഓരോരുത്തരുടെയും സ്ഥിതി. പ്രിയ ദൈവമക്കളെ, പലതിനും ഹല്ലേലൂയ സമയങ്ങളുണ്ട്. ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ഞെരുക്കത്തിലിരിക്കുന്ന നമ്മെ നാളെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കും. ഹല്ലേലൂയ. അനേകർക്ക് ഞാനൊരു അനുഗ്രഹമായി തീരും. അതായത് ഹല്ലേലൂയ ദാവീദിനെ നോക്ക്. ഹല്ലേലൂയ. ദാവീദ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു. അപ്പനും അമ്മയും പലപ്പോഴും അവനെ തള്ളിക്കളഞ്ഞു. ഇനി ഹല്ലേലൂയ ഇവൻ കാട്ടിൽ തന്നെയാ ജീവിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ ദാവീദിന് സാധിക്കുമെങ്കിൽ ഹല്ലേലൂയ അഭിഷേകത്താൽ വിശ്വാസത്താൽ നിൽക്കുന്ന നമ്മയും ഹല്ലേലൂയ പല ശത്രുക്കളെയും തോൽപ്പിക്കുവാൻ കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സാധിപ്പിച്ചെടുക്കുക. ഹല്ലേലൂയ. ആ ഒരു കല്ല് മതി. ഹല്ലേലൂയ. ആ മല്ലനായ ഗോലിയാത്തിനെ വീഴിക്കുവാൻ സാധിച്ചെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഹല്ലേലൂയ യേശുവിന്റെ സാന്നിധ്യം മതി. അപ്പൻ നമ്മളെ എടുത്ത് ഉപയോഗിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠവും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പാദപീഠത്തില നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. കർത്താപ്പച്ചന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ യേശുവപ്പൻ നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, കർത്താപ്പച്ചൻ നമ്മെ കാത്തു പരിപാലിക്കും. മത്തായി എഴുതിയ സുവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 9-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. ഹല്ലേലൂയ. ഹൃദയ കണ്ണ് തുറന്നാൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മിൽ കടന്നു വരും. ഹല്ലേലൂയ. വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ. ഉള്ളുകൊണ്ട്
അവളങ്ങ് വിശ്വസിച്ചു. പ്രിയ മക്കളെ, നമുക്കും പറയാൻ കഴിയണം, എൻ്റെ അപ്പൻ ഹല്ലേലൂയ എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം തരും. എന്നെ കർത്താപ്പച്ചൻ എടുത്ത് ഉപയോഗിക്കും, എൻ്റെ കുടുംബത്തെ എടുത്ത് ഉപയോഗിക്കും, എൻ്റെ കൂട്ടുകാരെ എടുത്ത് ഉപയോഗിക്കും, എൻ്റെ സഭയെ എടുത്ത് ഉപയോഗിക്കും, എൻ്റെ കൂടെ ഹല്ലേലൂയ ജോലി ചെയ്യുന്ന മക്കളെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുമെന്ന് ഹല്ലേലൂയ ഉള്ളം കൊണ്ട് നമുക്ക് പറയാം. വിശ്വാസത്തോട് നമുക്ക് പറയാം. ഹല്ലേലൂയ വിശ്വസിച്ചത് കൊണ്ട് എന്താണ് ഹല്ലേലൂയ 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീക്ക് ഹല്ലേലൂയ വിടുതൽ നടന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ നിന്റെ വിഷയത്തിന് എത്ര വർഷമായാലും ഒരു കുഴപ്പവുമില്ല. ഹല്ലേലൂയ ദൈവസന്നിധി നീ ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ അതുകൊണ്ടാ പറഞ്ഞത് ഹല്ലേലൂയ അളവറ്റ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള ഹല്ലേലൂയ ആ അളവറ്റ വലിപ്പം മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ കർത്താപ്പച്ചന്റെ അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ വിശ്വസിക്കുന്നവന്റെ പ്രാപ്തിക്ക് അനുസരിച്ച് ഹല്ലേലൂയ വിടുതൽ പ്രവൃത്തി നടക്കും. പ്രിയ മക്കളെ, നാം ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണോ? എൻ്റെ ഈ വിഷയത്തിന് മറുപടി കിട്ടുമെന്ന് ദൈവസന്നിധി ഉറപ്പോട് നിൽക്കുവാൻ, ഉറച്ചൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണോ? പ്രിയ മക്കളെ, ഹല്ലേലൂയ നമ്മുടെ വിടുതൽ എന്താ? വിശ്വാസവുമായി ബന്ധപ്പെട്ട കിടക്കുന്നത്. ഹല്ലേലൂയ അവൾ ഹല്ലേലൂയ രക്തസ്രവസ്കാരിയ സ്ത്രീ എന്താ? ഉള്ളം കൊണ്ട് വിശ്വസിച്ചു. ഹല്ലേലൂയ എൻ്റെ അപ്പൻ്റെ ഹല്ലേലൂയ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ പ്രിയ മക്കളെ, നമ്മുടെ ഹൃദയ കണ്ണ് തുറക്കണം. ഹല്ലേലൂയ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ നമ്മളെ വിളിച്ച് വേർതിരിച്ചത് വെറുതെ അല്ല, കർത്താപ്പച്ചന്റെ ആ സ്നേഹം ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ നാം വായിച്ചതെന്ത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ച് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കടന്നു വരുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ നമ്മുടെ ഏത് ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും ദൈവസന്നിധി കൊണ്ടുവയ്ക്കുമ്പോൾ ഹല്ലേലൂയ അപ്പന്റെ ആ സാന്നിധ്യം ഹല്ലേലൂയ നമുക്ക് അനുഭവിപ്പാനിടയായി തീരും. ആ അളവറ്റ വലിപ്പം ഹല്ലേലൂയ യേശു ക്രിസ്തുവിലുള്ള ഹല്ലേലൂയ ആ ആത്മീയ സന്തോഷം നമുക്ക് നന്നായിട്ട് അറിയുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ ആ രക്തസ്രവക്കാരി ഹല്ലേലൂയ അവളുടെ ശരീരത്തിൽ ഹല്ലേലൂയ അവൾ വിടുതൽ പ്രാപിച്ചത് അനുഭവിച്ചറിഞ്ഞു. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ യേശുവിനെ ധരിക്കുന്നത് അപ്പന്റെ ആ സ്നേഹം, അപ്പന്റെ ആ വിടുതല് നമ്മൾ നമ്മുടെ ഹൃദയത്തില് അനുഭവിച്ചറിയണം, രുചിച്ചറിയണം, മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കുക. ഹല്ലേലൂയ ആ അളവറ്റ വലിപ്പം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളൊന്നും ഒന്നുമില്ലാതായി തീരും. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ഏതെല്ലാം വിഷയത്തിലൂടെ അവർ കടന്നു പോകുന്നോ, എന്ത് തന്നെയായാലും അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ഓരോരുത്തരെയും ഹൃദയ ദൃഷ്ടി എൻ്റെ അപ്പന്റെ അളവറ്റ വലിപ്പം മനസ്സിലാക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താപ്പച്ച ഓരോരുത്തരെയും ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ ഇന്നത്തെ ഹല്ലേലൂയ വചനം ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരണം. എൻ്റെ അപ്പനുമായിട്ടുള്ള നല്ല ബന്ധം പുലർത്തുവാൻ ഇടയാക്കി തീർക്കണമേ. കർത്താപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ സ്തോത്രം.